Hello everyone, welcome to Language Hub. My name is Chris. It's so good to see you today. And ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ലിസ്ണിങ്ങിനെ കുറിച്ചാണ് അല്ലേ. നമ്മളിപ്പം ഒരുപാട് പേരോട് നമ്മൾ ചോദിക്കുവാണെങ്കിൽ ഏതാണ് OETയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് മോഡ്യൂൾ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ആണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു എക്സാമിൻ്റെ പാറ്റേൺസ് നോക്കുവാണെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും റൈറ്റിങ്ങിലൊക്കെ എങ്ങനെയൊക്കെയോ പാസ്സാവുന്നുള്ളൂ. പക്ഷേ ലിസ്ണിംഗ് ആൻഡ് റീഡിങ് വെരി ഡിഫിക്കൽട്ട് സർ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് പേര് ലിസ്ണിങ്ങിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ റീഡിങ് കിട്ടുന്നില്ല. റൈറ്റിംഗിൽ ക്ലിയർ ആവുന്നു, പക്ഷേ ലിസ്ണിംഗ് ആൻഡ് റീഡിങ് കിട്ടുന്നില്ല. ഇങ്ങനെ വരുന്നവരോട് ഞാൻ ആക്ച്വലി എന്നോട് വന്നിട്ട് പറയാറുണ്ട്, സാർ ഇതിൻ്റെ 4ാമത്തെ തവണയാണ്, 5ാമത്തെ തവണയാണ്, 6ാമത്തെ തവണയാണ്, 7ാമത്തെ തവണയാണ്, 8ാമത്തെ തവണയാണ് എഴുതാൻ പോകുന്നത്, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു വരുന്നവരോട് ഞാൻ 4 ചോദ്യങ്ങൾ യൂഷ്വലി ചോദിക്കാറുണ്ട്. ഈ ചോദിക്കുന്ന 4 ചോദ്യത്തിനും ഇവരുടെ മറുപടി നോ എന്നാണ്. നോ. അപ്പം 4 ചോദ്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അത് സസ്പെൻസ് ആയിട്ടൊന്നും വെക്കുന്നില്ല. ഞാൻ അവരോട് മെയിനായിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ ലിസ്ണിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ പാർട്ട് എ, പാർട്ട് ബി ഓർ പാർട്ട് സി ചെയ്യുമ്പോൾ എന്ത് മെത്തഡാണ് യൂസ് ചെയ്യുന്നത്? ആർ യു യൂസിങ് എനി സ്ട്രാറ്റജി, ആർ യു യൂസിങ് എനി മെത്തഡോളജി എന്ന് ചോദിക്കുമ്പോൾ അവർ ഉടനെ പറയുന്നത് നോ, അത് അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്ന് അറിയത്തില്ല. ഞങ്ങളെ പഠിപ്പിച്ചവരെല്ലാവരും പറയുന്നത് കുറേ അങ്ങ് പ്രാക്ടീസ് ചെയ്താൽ മതി, കിട്ടിക്കോളും എന്നാണ് പറയുന്നത്. അത് പാർഷ്യലി ശരിയാണ്, കുറേ പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ മെത്തേഡ് ഇല്ല അല്ലെങ്കിൽ സ്ട്രാറ്റജി ഇല്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. കാരണം പാർട്ട് എ ചെയ്യാൻ ഒരു മെത്തേഡുണ്ട്, പാർട്ട് ബി ചെയ്യാൻ ഒരു മെത്തേഡുണ്ട്, പാർട്ട് സി ചെയ്യാൻ ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് അറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോൾ എൻ്റെ 2ാമത്തെ ചോദ്യം, നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല സാറേ, സമയം കിട്ടാറില്ല, ഒരുപാട് ഡ്യൂട്ടി ടൈം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്, ടൈം കിട്ടാറില്ല. അപ്പോൾ 2 ചോദ്യത്തിന് ആൻസർ നോ ആണ് അല്ലേ. ഒന്നാമത് അവർ പറയുന്നത് സ്ട്രാറ്റജി ഇല്ല, 2ാമത് പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നു. എൻ്റെ 3ാമത്തെ ചോദ്യം അവരോട് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഡിഫറെൻറ്റ് ആക്സെൻറ്റ്സ് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റണം. ബ്രിട്ടീഷ് ആണെങ്കിൽ, കനേഡിയൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ, US ആക്സെൻറ്റ് കേട്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അതിനുള്ള ആൻസർ നോ എന്നാണ്. 4ാമത്തെ ചോദ്യം, ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് എഴുതി ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, സാറേ കഴിഞ്ഞ തവണ എക്സാമിൽ ഞാൻ 24 ആൻസർ കേട്ടതാണ് പാർട്ട് എയിൽ, പക്ഷേ എനിക്ക് എല്ലാം എഴുതാൻ പറ്റിയില്ല. കാരണം ആദ്യത്തെ ആൻസർ എഴുതിയപ്പോഴത്തേക്കും ഇച്ചിരി ലോങ് ആയിരുന്നു. അപ്പോൾ തന്നെ 2nd and 3rd ആൻസർ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ 2nd ആൻസർ എഴുതാൻ പോയപ്പോഴത്തേനും 4th and 5th ആൻസർ അവർ പറഞ്ഞു. സാർ അങ്ങനെ ഞാൻ 24 ആൻസർ കേട്ടെങ്കിലും എനിക്ക് മൊത്തം അങ്ങ് എഴുതാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇവർ ഈ 4 കാര്യത്തിലും നോ ആണ് ഇവരുടെ ആൻസർ. സ്ട്രാറ്റജി ഇല്ല, പ്രാക്ടീസ് ഇല്ല, ഡിഫറെൻറ്റ് ആക്സൻസ് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, 4ാമത് ദേ നോട്ട് ഗുഡ് അറ്റ് റൈറ്റിംഗ് ആൻസേഴ്സ് ഫാസ്റ്റ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നോ ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ചാൻസും ഇല്ല ഈ ലിസ്ണിംഗ് അല്ലെങ്കിൽ റീഡിങ് നമുക്ക് ക്ലിയർ ആക്കാൻ. കാരണം ഇത് നല്ല കോംപ്രിഹെൻഷൻ വേണം. റീഡിംഗ് ആണെങ്കിലും നമ്മൾ റീഡിങ് കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, ലിസ്ണിംഗ് കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പം ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ലിസ്ണിംഗ് ആൻഡ് റീഡിങ് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്. വളരെ ദുഃഖകരമായ കാര്യമാണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇങ്ങനെ പറയുന്നത് ലിസ്ണിങ്ങിനും റീഡിങ്ങിനും പ്രത്യേകിച്ച് ഒരു മെത്തഡൊന്നും ഇല്ല, നിങ്ങൾ കുറേ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി കിട്ടുന്നുള്ളത്. പക്ഷെ അത് ശരിയല്ല, എല്ലാത്തിനും ഒരു മെത്തഡുണ്ട്. ആ മെത്തഡ് അറിഞ്ഞ് വേണം നമ്മൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് വരാറുണ്ട്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ആസ് ടു ഹൗ വി ആർ വർക്കിംഗ്. നിങ്ങളൊരു പക്ഷേ OET ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾ OET 6ഉം 7ഉം തവണ എഴുതി ലിസ്ണിംഗ് റീഡിംഗ് മോഡ്യൂൾ മാത്രം കിട്ടാണ്ട് UK പോകുന്ന ഡ്രീംസൊക്കെ മാറ്റി വെച്ച് ഇനി ഈ 2 മോഡ്യൂൾ മാത്രം എടുത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ന്യൂസിലൻഡ് എത്തിയാൽ മതിയോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാവാം. നിങ്ങളിപ്പം OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു OET ആസ്പിറൻറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളൊരു ലെറ്റ്സ് സേ ഞാൻ പറഞ്ഞ പോലെ 5-6 ടൈംസ് എഴുതിയ ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ലിസ്ണിംഗ് ആണെങ്കിലും റീഡിംഗ് ആണെങ്കിലും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ലിസ്ണിംഗ് അല്ലെങ്കിൽ റീഡിംഗ് പാർട്ട് എനെ ലൈറ്റായിട്ട് എടുക്കരുത്. ഒരിക്കലും ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് പാർട്ട് എ നിങ്ങൾ ഈസി ആയിട്ട് എടുക്കരുത്. നമുക്കിതൊക്കെ ഭയങ്കര ഒരു ഈസി ആക്ടിവിറ്റി ആയിട്ട് തോന്നും. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻറ്റ് പറയായിരുന്നു, സാർ എനിക്കൊന്ന് അഡ്മിഷൻ തരാമോ? ഞാൻ പറഞ്ഞു, നമ്മുടെ 1 വീക്ക് ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു, ഇനി ഈ ബാച്ചിൽ എടുക്കാൻ പറ്റില്ല, അടുത്ത ബാച്ചിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ആ സ്റ്റുഡൻറ്റിനോട് ചോദിച്ചു, സാർ എന്തൊക്കെയാണ് ക്ലിയർ ചെയ്ത് ഈ 1 വീക്ക്? ഞാൻ പറഞ്ഞു 1 വീക്കിൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ പാർട്ട് എ മാത്രമാണ് ചെയ്തതെന്ന്. അപ്പോൾ ഉടനെ ആ സ്റ്റുഡൻറ്റ് പറഞ്ഞു, സാറേ പാർട്ട് എ എനിക്ക് ഭയങ്കര ഈസിയാണ്, അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പാർട്ട് ബി ആൻഡ് സി ആണ് വളരെ ഡിഫിക്കൽട്ട്. അപ്പം സാർ പ്ലീസ് എനിക്കൊന്ന് അഡ്മിഷൻ തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, കാരണം പാർട്ട് എ നിങ്ങൾക്ക് വളരെ ഈസി ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഫെയിലായി? കാരണം ഞാൻ പറയട്ടെ, നമുക്ക് 42 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലിസ്ണിംഗ് മോഡൽ എടുക്കാം. ലിസ്ണിംഗിൽ നമുക്ക് 42 ചോദ്യങ്ങളുണ്ട് അല്ലേ.
ഈ 42 ക്വസ്റ്റ്യൻസിൽ നമുക്ക് പാസ് ആവണമെങ്കിൽ നമുക്കൊരു ലെറ്റ്സ് സേ 350 കിട്ടണമെങ്കിൽ, നമുക്ക് ബി കിട്ടണമെങ്കിൽ നമുക്ക് എത്ര ഓൾമോസ്റ്റ് ഒരു 30 കറക്റ്റ് ആൻസേഴ്സ് എങ്കിലും വേണം അല്ലേ. നമുക്ക് 30 ഔട്ട് ഓഫ് 42 എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് സ്കോറിങ് 70% അല്ലേ. അപ്പം 70% ആണ് നമ്മുടെ പാസ് മാർക്ക്. ലിസ്ണിംഗ് പാർട്ട് എയിൽ മാത്രം 24 ചോദ്യങ്ങളാണ് വരുന്നത്. 24 ചോദ്യം എന്ന് പറയുമ്പോൾ 57%. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം, അത് ഈസി ആയിട്ട് മനസ്സിലാൻ വേണ്ടി. ഓൾമോസ്റ്റ് 60% of our questions they come from listening part A, and you're telling listening part A is very easy for me. അപ്പോൾ 60% ചോദ്യങ്ങൾ വരുന്ന ആ ഒരു സെക്ഷൻ വളരെ ഈസി ആണെന്ന് പറയുന്നു, പക്ഷേ 6-7 തവണ എഴുതിയിട്ട് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ലിസ്ണിംഗ് പാർട്ട് എ, though it looks like fill in the blanks, though it looks like a gap fill activity, though it looks like an activity where you have to answer these questions with a short phrase or a word, it's not as easy as you think. അപ്പോൾ നമുക്ക് പാർട്ട് എ വളരെ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എല്ലാവരോടും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ലിസ്ണിംഗ് പാർട്ട് എ ചെയ്യുമ്പോൾ 24 ചോദ്യങ്ങളിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 22 കറക്റ്റ് ആൻസേഴ്സ് നമുക്ക് കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലിസ്ണിംഗ് പാർട്ട് അല്ലെങ്കിൽ റീഡിംഗ് പാർട്ടിൽ നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മിനിമം 18 കറക്റ്റ് ആൻസേഴ്സ് കിട്ടുക, എന്നാൽ മാത്രമേ നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ എക്സാം എഴുതി കഴിഞ്ഞപ്പം നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ മെസ്സേജ് അയച്ചു, എല്ലാ ആൻസറും 24 ആൻസറും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സാറേ പാർട്ട് ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആൻസർ കൊണ്ട് വളരെ ഹാപ്പിയായി. എന്നിട്ട് ഞാൻ വീണ്ടും പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ ഫ്രീ ആയപ്പോൾ ഞാൻ ആൻസേഴ്സ് ഒക്കെ നോക്കിയപ്പം അതിനകത്ത് ഒരു 4 ആൻസേഴ്സിന് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. അപ്പം ഞാൻ ഈ കുട്ടീനെ ഉടനെ ഒരു വോയിസ് മെസ്സേജ് അയച്ചു ചോദിച്ചു, ഇതുപോലെ തന്നെയാണോ പേപ്പറിലും എഴുതിയത്? സർ ഇത് തന്നെയാണ് എഴുതിയത്, വേറെ ഒന്നുമില്ല, ഇതുപോലെ തന്നെയാണ് എഴുതിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു 4 ഇൻകറക്റ്റ് സ്പെല്ലിങ്സ് ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ അവിടെ പ്രശ്നമാണോ സാറേ? അത് പ്രശ്നമാണ്. നമ്മൾ നെയിംസ് ഓഫ് മെഡിസിൻസ് അല്ലെങ്കിൽ നെയിംസ് ഓഫ് മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ഡിസീസ് കണ്ടീഷൻസ് നമ്മൾ റോങ് ആയിട്ട് സ്പെൽ ചെയ്താൽ കുഴപ്പമില്ല എന്ന് OIT-യുടെ ആൾക്കാരോട് നിങ്ങൾ മെസ്സേജ് അയച്ചു ചോദിക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ബേസിക് ഇംഗ്ലീഷ് സ്പെല്ലിങ്സ് നമ്മൾ കറക്റ്റായിട്ട് വേണം എഴുതാൻ. ഇത് ഒരുപാട് പേര് ശ്രദ്ധിക്കാറില്ല. പിന്നെ നമ്മുടെ ആൻസേഴ്സ് എഴുതുമ്പോൾ ആൻസർ പ്ലൂറൽ ഫോമിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പറയാറുണ്ട്, ദ പേഷ്യൻറ്റ് ഇസ് നൗ എക്സ്പീരിയൻസിങ് പെയിൻ ഓൺ ബോത്ത് ഹിസ് ഡാഷ്. അവരുടെ ആൻസർ ഷോൾഡേഴ്സ് അല്ലെങ്കിൽ നീസ് അല്ലെങ്കിൽ എൽബോസ് എന്നാണെങ്കിൽ ആ പ്ലൂറൽ ഫോമിൽ തന്നെ വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഇതൊക്കെ മിസ് ഔട്ട് ആവുന്ന ഓരോ കാര്യങ്ങളാണ് ലിസ്ണിംഗ് പാർട്ട് എയിൽ. അപ്പം ലിസ്ണിംഗ് പാർട്ട് എ ഈസി ആണെന്ന് വെച്ച് നിങ്ങൾ തള്ളിക്കളയരുത്. യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ വിത്ത്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ലിസ്ണിംഗ് പാർട്ട് എൻ്റെയോ അല്ലെങ്കിൽ ലിസ്ണിംഗ് പാർട്ട് ബിൻ്റെയോ സിൻ്റെയോ സ്ട്രാറ്റജിയോ ഒന്നുമല്ല. നിങ്ങൾ ലിസ്ണിംഗ് എക്സാം ഇനി അടുത്ത് എഴുതുന്നതിന് മുമ്പ് നിങ്ങളുടെ മൈൻഡിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഞാനത് എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മറന്നു കൊണ്ടിരിക്കാൻ വേണ്ടി നിങ്ങളോട് പറയുമ്പോൾ ഒരു പോയിന്റ് പോലും വിട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഐ ഹവ് ജസ്റ്റ് മെയ്ഡ് നോട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഐ വോണ്ട് യു ടു ഗെറ്റ് ദിസ്. ഐ വോണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കോംപ്രഹെൻഡിങ് വെദർ ഇറ്റ് ഇസ് ലിസ്ണിംഗ് ഓർ റീഡിങ്. എൻ്റെ അപ്കമിങ് വീഡിയോസിൽ ഞാൻ റീഡിങ്ങിനെ കുറിച്ചും എല്ലാം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. പക്ഷേ ഇന്ന് നിങ്ങൾ ലിസ്ണിംഗ് മോഡ്യൂളിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഉടനെ ചാടിക്കയറി അടുത്ത എക്സാം ഡേറ്റ് എടുക്കില്ലേ? നിങ്ങൾ ഉടനെ ചാടിക്കയറി ഒരു 35,000 സ്പെൻഡ് ചെയ്ത് അടുത്ത എക്സാം ഡേറ്റ് എടുത്തിട്ട് വീണ്ടും ഒരു ഫെയിലിയർ ആവരുത്. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ ലാംഗ്വേജ് ഹബിൽ തന്നെ വന്ന് പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഏത് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളായിട്ടിരുന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്നാമത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കിൽ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലിസ്ണിംഗ് സ്കിൽ എന്നുള്ള കാര്യം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ആക്റ്റീവ് ലിസ്ണിംഗ് സ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ഈ ആക്റ്റീവ് ലിസ്ണിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്? യു ഹാവ് ടു ലിസൺ ടു വേരിയസ് ഇംഗ്ലീഷ് മെറ്റീരിയൽസ്. യു ഹാവ് ടു ലിസൺ ടു വേരിയസ് English materials like audios, podcasts and those kind of stuff. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ ഇംഗ്ലീഷിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങളത് ചെയ്യണം. യു ഹാവ് ടു ലിസൺ ടു ഡിഫറെൻറ്റ് പോഡ്കാസ്റ്റ്, ലിസൺ ടു മ്യൂസിക്, ലിസൺ ടു ഇംഗ്ലീഷ് സോങ്സ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് പറ്റുമെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഹബിൽ വരുന്നവർക്ക് നമ്മൾ ഇതിനുള്ള എല്ലാ മെറ്റീരിയൽസും കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് കേൾക്കാൻ ഇംഗ്ലീഷ് മൂവി ലിങ്ക്സും എല്ലാം സബ് ടൈറ്റിൽസോട് കൂടി അത് നിങ്ങൾ ചെയ്യാൻ പഠിക്കണം. ആദ്യം യു ഹാവ് ടു ട്രൈ ആൻഡ് ഡു ദാറ്റ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ആക്സൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദ ജിസ്റ്റ് ഓഫ് ദ കോൺവെർസേഷൻ. if not the whole story, you can understand the gist of the conversation. അതാണല്ലോ നമുക്ക് പാർട്ട് ബിയിലും സിയിലും ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം, അണ്ടർസ്റ്റാൻഡിങ് ദ ജിസ്റ്റ് അല്ലേ.
അപ്പം നമ്മൾ മൂവീസ് കാണാൻ സബ് ടൈറ്റിലുള്ള ട്രാൻസ്ക്രിപ്റ്റ്സ് ഉള്ളത് കുറേ കഴിയുമ്പോൾ ട്രാൻസ്ക്രിപ്റ്റ് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ഓഡിയോസ് കേൾക്കുമ്പോൾ നമുക്ക് ഈ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്ലേയേഴ്സ്, നമുക്ക് ഈ ഓഡിയോയുടെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്ന കൂട്ട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓഡിയോ ഭയങ്കര സ്പീഡാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റുന്ന മ്യൂസിക് പ്ലേയേഴ്സ് ഉണ്ട്. അത് യൂസ് ചെയ്ത് സ്ലോ ആയിട്ട് ഇംഗ്ലീഷിലുള്ള കോൺവെർസേഷൻസ് അല്ലെങ്കിൽ ഡയലോഗ്സ് കേൾക്കുക. ദാറ്റ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ഡു. പിന്നെ ഉള്ളത് നമ്മുടെ വൊക്കാബുലറി നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഏത് വൊക്കാബുലറി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളത്? വി ഹാവ് ടു ഡെവലപ്പ് വൊക്കാബുലറി ഇൻ ടേംസ് ഓഫ് ആ മെഡിക്കൽ പ്രൊഫഷൻ. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ലാംഗ്വേജ് ഹബിൽ വരുമ്പോൾ ഇതിനു വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതിനു വേണ്ടിയുള്ള എല്ലാ ആക്സസും നിങ്ങൾക്ക് തരുന്നുണ്ട്, അതിനുള്ള ലിങ്ക്സ് തരുന്നുണ്ട്, അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ലാംഗ്വേജ് ഹബിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓൾവേസ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് രീതിയിലാണ് ഇവർ ചില വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഓഡിയോ കേട്ടു, അയ്യോ എനിക്ക് ആ വാക്ക് മനസ്സിലായില്ല, ഓടിച്ചു വിടല്ല, നിങ്ങളത് നിർത്തുക, ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് വീണ്ടും കേൾക്കുക. ഓക്കെ, ഇതാണ് പറഞ്ഞത്, ആ വാക്ക് ഞാൻ കേട്ടു, പക്ഷെ ആ വാക്കിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അർത്ഥം മനസ്സിലാകുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും, ഓ ഇതായിരുന്നു ഇവർ ഉദ്ദേശിച്ചതെന്ന്, അല്ലേ? അപ്പോൾ ആ വേർഡിൻ്റെ മീനിങ് കിട്ടുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ ആ സെയിം വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ നിർത്തി ഓടിക്കാൻ പോസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കലി ലിസ്ണിംഗ് മോഡ്യൂളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. സോ യു ഹാവ് ടു കീപ് ദിസ് ഇൻ മൈൻഡ്. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് തിങ്സ് ദാറ്റ് യു നീഡ് ടു ഡു. ഓക്കെ, ഒന്ന് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ മൂവീസ് കാണുക, അല്ലെങ്കിൽ സോങ്സ് റിലേറ്റഡ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങളത് കേൾക്കണം. പിന്നെ നമ്മളുടെ രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് വെച്ചിട്ടുള്ളത് അല്ലേ, ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ക്രിപ്റ്റ് നോക്കി കേട്ടുകൊണ്ട് തന്നെ അത് വായിക്കുക. സോ യു അണ്ടർസ്റ്റാൻഡ്. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നിർത്തിയിട്ട് കേൾക്കാൻ നോക്കുക. ദെൻ യു ഹാവ് ടു സീ ഇഫ് യു ആർ ഏബിൾ ടു ലിസൺ ടു സ്പെസിഫിക് വേർഡ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് സ്പെസിഫിക് വേർഡ്സ്. ഏത് രീതിയിലാണ് അതിൻ്റെ ടോൺ, അതിൻ്റെ ഇൻറ്റോനേഷൻ ഏത് രീതിയിലാണ്, ഹൗ ആർ ദേ പ്രൊനൗൺസിങ് ഇറ്റ്. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു നീഡ് ടു take care of before even you think of your next listening exam. Okay, so at Language Hub, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ at Language Hub we give you access to all of these things. ഇതിനുള്ള ലിങ്കും മൂവീസിനുള്ള ലിങ്കും ഈ പിന്നെ നിങ്ങൾക്ക് കേൾക്കാനുള്ള മെറ്റീരിയലിനുള്ള ലിങ്കും എല്ലാം തന്നെ നമ്മുടെ ലാംഗ്വേജ് ഹബിൽ നിങ്ങൾക്ക് ആക്സസ് തരുന്നുണ്ട്. സോ നിങ്ങൾ ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, എങ്ങനെ ഇത് ചെയ്യണം എന്നറിയത്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീ കൗൺസിലിംഗ് സെഷന് വേണ്ടി നമ്മുടെ ടീം റെഡിയാണ്, ഞാൻ റെഡിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ താഴെ കാണിക്കുന്ന നമ്പർ 773-662-9777 ആ നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് പറയാം, എനിക്ക് ഇന്ന വ്യക്തിയോട് എന്നോട് തന്നെ സംസാരിക്കാൻ ഇരിക്കാൻ സേ ഐ വാണ്ട് ടു ടോക്ക് ടു ക്രിസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ എവിടെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെ അസസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ എവിടെയാണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്. റീഡിംഗ് മോഡ്യൂളിൽ ഞാൻ നിങ്ങളോട് 1-2 കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാൻ പറ്റും നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്. അല്ലെങ്കിൽ ലിസ്ണിംഗ് ആണെങ്കിൽ 1-2 കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാൻ പറ്റും എവിടെയാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്. അപ്പോൾ എനിക്കത് ഫ്രീ ആയിട്ട് നിങ്ങൾ പറഞ്ഞു തരാനും പറ്റും. ഇന്ന സ്ഥലത്താണ് നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു ഗൈഡൻസ്, ചെറിയൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഈ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മോഡ്യൂൾ എന്ന് പറയുന്ന ലിസ്ണിംഗ് അല്ലെങ്കിൽ റീഡിംഗ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. So don't hesitate to get in touch with me. I'm here to see your progress because ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ കഴിവുള്ളവരാണ്. ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയാറുണ്ട്, സാറേ എൻ്റെ ജീവിതം ആകെ പ്രശ്നത്തിലാണ് ഈ OET കാരണം, എനിക്ക് അറിയത്തില്ല ഇനി എന്ത് ചെയ്യണം. പക്ഷെ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് ഇത് ക്ലിയർ ആക്കാൻ പറ്റും. കാരണം ഇന്ന് നിങ്ങൾ you guys are in different parts of the world because you've proved something at some point of time in your life and OET is just a ഇംഗ്ലീഷ് ടെസ്റ്റ്. അത് നിങ്ങൾ വലിയ സീരിയസ് ആയിട്ട് എടുത്ത് അങ്ങനെ ടെൻഷൻ അടിച്ച് 5, 6, 7 തവണ എഴുതിയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡെസ്പ് ആവേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ശരിക്കും തോക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങൾ ശരിക്കും തോക്കുന്നത് ഇനി എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അതുവരെ നിങ്ങൾ തോറ്റിട്ടില്ല. ഓക്കെ, സോ യു ഹവ് നോട്ട് ലോസ്റ്റ് ടിൽ ദെൻ. യു ആർ സ്റ്റിൽ ഗുഡ് ടു ഗോ, യു ക്യാൻ സ്റ്റിൽ അക്കംപ്ലിഷ് ഇറ്റ്. നിങ്ങൾക്ക് ഏത് മതിലും ചാടി കിടക്കാൻ പറ്റും. ഓക്കെ, അതിനുണ്ട് നിങ്ങൾ ഡോണ്ട് ഗിവ് അപ്പ്. ഓക്കെ, നിങ്ങൾക്കൊരു ഫ്രീ കൗൺസിലിംഗ്, ഒരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞാൻ എൻ്റെ അടുത്ത വീഡിയോസിൽ സ്ട്രാറ്റജീസ് ആയിട്ട് നിങ്ങളോട് ഞാൻ എൻ്റെ സ്ട്രാറ്റജീസ് പറഞ്ഞു തരുന്നതായിരിക്കും. OET 2.0 ലിസണിങ്ങിനും റീഡിങ്ങിനും വേണ്ടിയുള്ള സ്ട്രാറ്റജീസ്. Our entire team is here to help you guys, so please feel free to get in touch with us. Have an amazing day. God bless you all.